ഇനി നീ ഒരു വിവാഹം ചെയ്യുമോ എന്നൊക്കെ എന്തൊക്കെയോ കമന്റ്, അതിനൊക്കെ ഞാൻ മറുപടി പറയാം. ഇനി ഒരു വിവാഹവും പറ്റൂല, ഇനി ഒരു ജീവിതവും ഇല്ല, ഇനി ഒന്നുമില്ല. നജില ഷാൻ തന്നെയാണ്. പെട്ടെന്ന് നല്ല പോലെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാള് മദ്യപാനമൊക്കെ ഒഴിവാക്കി മാറി നിന്നപ്പം പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ, അങ്ങനെ നമ്മുടെ നാജില താത്ത അടുത്തുടായ്പും കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നാജില താത്താൻ അറിയില്ല, ആളൊരു യൂട്യൂബറാണ്. നാജില ഷാൻ എന്നാണ് ഇവരുടെ ചാനലിന്റെ പേര്. കുറെ പേർക്കൊക്കെ നാജില എന്ന് പറഞ്ഞ സ്ത്രീയെ അറിയുന്നുണ്ടാകും. നമ്മൾ തന്നെ 2-3 തവണ ഇവരെ കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. 3 കല്യാണം കഴിച്ച ആളാണ് ഈ പറയുന്ന നാജില. 3 കല്യാണത്തിലും കൂടി 3-4 മക്കളുണ്ട്. അങ്ങനെ 3 ആളുകളും ഡിവേഴ്സ് ആയി നിൽക്കുന്ന സമയത്താണ് 4ാമത്തെ ആള് നാജിലയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അയാളുടെ പേരാണ് ഷാൻ. ഈ നാജിലയ്ക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം അതിന്റെ പേര് മസ്റൂറ ഫാത്തിമ എന്നായിരുന്നു. പക്ഷെ ഷാൻ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് മസ്റൂറ ഫാത്തിമ എന്ന പേരൊക്കെ മാറ്റി ചാനലിന് നാജില ഷാൻ എന്ന പേരിടുന്നത്. പിന്നെ ഷാൻ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നാജിലയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതല്ല കേട്ടോ. ആക്ച്വലി നാജിലയുടെ ഉമ്മ അവളുടെ ബെഡ്റൂമിൽ വെച്ച് നാജിലയും ഷാനെയും കൈയോടെ പൊക്കി. അത് പിന്നെ വലിയ പ്രശ്നമൊക്കെ ആയി. അവസാനം നാജില ഷാന്റെ കൂടെ ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ആ ഒരു സമയത്താണ് നമ്മൾ ഇവരെ കുറിച്ച് ആദ്യമായി വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഒളിച്ചോടി പോയതിനു ശേഷം ഷാന്റെ വീട്ടിൽ ചെന്ന് ലൈവ് വീഡിയോ ചെയ്യലായിരുന്നു നാജിലയുടെ പ്രധാന പരിപാടി. ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ലൈവിൽ വന്ന് പറയും. തീർത്തും പേഴ്സണൽ ആയി വെക്കേണ്ട കാര്യങ്ങൾ പോലും ഒരു ഉളുപ്പിലാണ് നാട്ടുകാരെ അറിയും. ഈ ഒരു പ്രവണതയെ വിമർശിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. വെറുതെ യൂട്യൂബിൽ ഒന്ന് കോപ്രായം കാണിക്കാതെ ഈ 4ാമത്തെ വിവാഹ ജീവിതമെങ്കിലും നല്ലപോലെ ജീവിക്കാൻ നോക്ക് എന്നാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത്. ആ സമയത്ത് വീഡിയോയിലൊക്കെ നാജിലയും ഷാനും തമ്മിൽ നല്ല സ്നേഹമായിരുന്നു കേട്ടോ. ഷാൻ നല്ലോണം മദ്യപിക്കുമായിരുന്നു. പക്ഷെ ഇനി മുതൽ ഞാൻ മദ്യപിക്കില്ല, എന്റെ നാജിലാക്കും മക്കൾക്കും വേണ്ടി ഞാൻ ജീവിക്കും എന്നൊക്കെയായിരുന്നു അയാൾ വീഡിയോകൾ വന്നിരുന്ന് പറഞ്ഞിരുന്നത്. എന്നാ പിന്നെ അവർ അടിപൊളിയായി ജീവിക്കട്ടെ എന്ന് നമ്മളും വെച്ചു. പക്ഷെ കഴിഞ്ഞ മാസം നാജില ഒരു വീഡിയോ ആയിട്ട് വന്നു. എനിക്ക് ആരും ഇല്ലാതായി എന്ന ടൈറ്റിലായിരുന്നു അന്ന് വീഡിയോ ചെയ്തിരുന്നത്. അതായത് 4ാമത്തെ ഭർത്താവും തന്നെ വിട്ടുപോയി എന്ന രീതിയിലായിരുന്നു നാജില ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു വശപ്പിശക്ക് തോന്നിയിരുന്നു. ഭർത്താവിനെ ഇട്ടിട്ട് പോയി, എനിക്കും മക്കൾക്കും ഇനി ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റി കുറച്ച് പൈസ പിരിക്കാനുള്ള നാടകമായിരുന്നു എന്ന് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടോ. എനിക്ക് ആരും ഇല്ലാതായി എന്ന വീഡിയോ ചെയ്ത തൊട്ടടുത്ത ദിവസം തന്നെ എന്റെയൊക്കെ തിരിച്ചു വന്നേ എന്നും പറഞ്ഞ് മറ്റൊരു വീഡിയോ കൂടി നാജില ചെയ്തിരുന്നു. കുറച്ചു കാലമായിട്ട് ഇത് തന്നെയാണ് ആളുടെ പരിപാടി. ഇക്ക പോയി, ഇക്ക വന്നു, ഇക്ക ഇനി വരുമോ എന്ന ഓരോ ടൈറ്റിലുകൾ ഇട്ട് വീഡിയോകൾ ചെയ്യും. ഫുൾ ഉടായ്പാണ്. ഭർത്താവ് പഴയ പോലെ കള്ളു കൂടി തുടങ്ങി, ഇപ്പൊ എന്റെ കൂടെ ഇല്ല എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം കൂടി ഒരു വീഡിയോ ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഇങ്ങനെ പോണുണ്ട്. പിന്നെ വേറെന്താണ്, മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ചുമ കുറവില്ല, മക്കൾക്ക് 3 പേർക്കും ചുമ കുറവില്ല. നമ്മളെ ഈ വീടും മരങ്ങളെല്ലാം മുറിച്ചിട്ടാണ് വീട് വെച്ചത്. അപ്പോൾ ഈ രാത്രി കിടക്കുമ്പോൾ ഈ കുട്ടികളും വിയർത്തങ്ങ് ഒഴിവൊക്കെ 2 ഫാൻ ഇട്ടിട്ടും ഒരു രക്ഷയില്ല. ഈ അതിൻ്റെ ഒരു ചുമയുടെ ഒരു ഇതുണ്ട്. പിന്നെ അത് മാത്രമല്ല, കളിക്കുന്ന പരിവല്ലേ, ഓടി വിയർക്കുക, പോയി കിടക്കുന്ന ഉറങ്ങുക, അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടീഷനാണ്. പിന്നെ ഇന്നലത്തെ വീഡിയോസ് ഒരുപാട് കമൻറ്റുകൾ കണ്ടു. നല്ല കമൻറ്റും ചീത്ത കമൻറ്റും ഒക്കെ കണ്ടു. അതൊന്നും കമന്റൊന്നും അല്ല എന്റെ ജീവിതം. അതെങ്ങനെ ശരിയാവും നാജില? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും യൂട്യൂബാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ടിപ്പോ വന്നിരുന്ന് പറയുന്നു കമന്റ് ഒന്നും അല്ല എന്റെ ജീവിതം എന്ന്. അല്ലെ, ഈ കമന്റ് ഒക്കെ വരുന്ന യൂട്യൂബിലല്ലേ? അപ്പൊ യൂട്യൂബ് ജീവിതമാക്കി കാണുന്ന ഒരാൾക്ക് കമന്റുകളെയും ജീവിതത്തിന്റെ ഒരു ഭാഗമായി കാണേണ്ടി വരും. പിന്നെ ഈ നെഗറ്റീവ് കമന്റുകളൊക്കെ നീയായിട്ട് വരുത്തി വെക്കുന്നത് തന്നെയാണ്, നിന്റെ കയ്യിൽ ഇരിപ്പോണ്ട് കിട്ടുന്നതാണ്. അതിനിപ്പോ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അപ്പൊ അതൊന്നും ഞാൻ തവക്കൽത്തു അലല്ലാഹ്, അള്ളാഹുവിന്റെ പക്കലാണ് കൊടുത്തിരിക്കുന്നത്. അള്ളാഹു എനിക്ക് 4 മക്കളെ തന്ന് കുഞ്ഞുള്ള കാര്യമാണ് അറിയണം. അതിൽ ഒരാളെ എനിക്ക് അള്ളാഹു തിരിച്ചെടുത്ത് ഒരു കുഞ്ഞിന് വേണ്ടി കൊതിച്ചു. അള്ളാഹു എനിക്കിപ്പോൾ 3 കുഞ്ഞുങ്ങളെ തന്നു. ആണിനും പെണ്ണിനും തന്നു. അൽഹംദുലില്ലാ. പിന്നെ നജില ഷാൻ, ഇനി നീ ഒരു വിവാഹം ചെയ്യുമോ എന്നൊക്കെ എന്തൊക്കെയോ കമന്റ്, അതിനൊക്കെ ഞാൻ മറുപടി പറയാം. ഇനി ഒരു വിവാഹവും പറ്റൂല, ഇനി ഒരു ജീവിതവും ഇല്ല, ഇനി ഒന്നുമില്ല. നജില ഷാൻ തന്നെയാണ്. അങ്ങനെ പറയല നാജില. ഇങ്ങനെ വലിയ വലിയ തീരുമാനങ്ങളൊന്നും എടുത്തു ചാടി എടുക്കല്ലേ. ജാഗ 4 കെട്ടിയിട്ടുള്ളൂ, ഒരു 4 കൂടെ അങ്ങോട്ട് കെട്ടി കാണിച്ചു കൊടുക്ക്. പിന്നെ എന്നെ കൊണ്ട് സാധിക്കും. ആൾക്കാർ എന്റെ പവർ മനസ്സിലാക്കട്ടെ. ഇനി ഒരു കല്യാണം ഇല്ല എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഫാൻസിൽ അത് സഹിക്കൂല കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞുതരാം. ബാക്കി കണ്ടോക്കാം. പെട്ടെന്ന് നല്ല പോലെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാള് മദ്യപാനമൊക്കെ ഒഴിവാക്കി മാറി നിന്നപ്പം പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ ഒരു ഫാമിലി പ്രശ്നങ്ങളും ഇല്ല. തവക്കൽത്തു അലല്ലാഹ്. നല്ലൊരു മാസം എന്താണ്, ഒരുപാട് കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. മനുഷ്യനാണ് നമ്മൾ. ഒരു ആളിനെ കുറ്റപ്പെടുത്തി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം, പക്ഷെ അയാളെ നന്മ പറയാൻ നമ്മളെ നാവ് ചിലപ്പം വഴങ്ങില്ല.
എന്തൊരു മഹാമനസ്കതയാണ് നമ്മുടെ നാജിലാക്ക് അല്ലേ. ഭർത്താവിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് ആൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കണം. എന്റെ ഭർത്താവ് ഒരു ഭൂലോക കള്ളുകുടിയനാണ്, കള്ളു കുടിച്ചാൽ പിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്നിട്ട് പറയാണ് ആരും അദ്ദേഹത്തിന് നന്മ കാണില്ല, തിന്മ മാത്രമേ കാണുള്ളൂ എന്നൊക്കെ. കുറ്റം മുഴുവനും പറഞ്ഞിട്ട് ലാസ്റ്റ് വന്നിരുന്ന് തത്വചിന്ത ഉണ്ടാക്കുന്നു. എന്തോന്നിടെ ഇത് ബാക്കി പറഞ്ഞോട്ട് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. പോയാ എനിക്ക് ഈ കുഞ്ഞിന് ഒരുപാട് കമന്റ് വന്നു. എന്തായാലും ഞാൻ 20-ാം തീയതി ഹോസ്പിറ്റലിൽ പോണ ദിവസമാണ്. അള്ളാഹു ഹൈറാക്കി തരുവാണെങ്കിൽ അതേപോലെ, അള്ളാഹു എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ. എൻ്റെ മനസ്സ് ഇപ്പോഴും വെള്ളക്കടലാസ് പോലെയാണ്. ഞാൻ എന്ത് ചെയ്യും? എല്ലാവരെയും ഉപേക്ഷിച്ചു, ഇക്കാരെ കൂടെ ജീവിച്ചു, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയി. ഇക്ക പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നോ? അതെങ്ങനെ ശരിയാവും നാജില? ഇക്ക പണ്ട് ഇങ്ങനെ തന്നെ അല്ലായിരുന്നു. നിങ്ങൾ ഇഷ്ടത്തിലാവുന്ന സമയത്ത് തന്നെ ഇക്ക നല്ല കള്ളുകൂടിയനായിരുന്നു. അതറിഞ്ഞിട്ട് തന്നെ നീ ഇക്കാനെ കല്യാണം കഴിച്ചത്. നിന്റെ ഉമ്മയും ആങ്ങളമാരും ഈ ബന്ധത്തിൽ നിന്നും നിന്നെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചു. എന്താണ് കാരണം? നിന്റെ ഒക്കെ ഒരു മുഴു കുടിയനായിരുന്നു. അതായിരുന്നു കാരണം. വെറുതെ ഒരു വള്ളി പിടിക്കേണ്ടെന്ന് നിന്റെ വീട്ടുകാർ അന്നേ നിന്നോട് പറഞ്ഞതാണ്. പക്ഷെ നീ അനുസരിച്ചില്ല. അതുകൊണ്ട് ഇക്ക പെട്ടെന്ന് ഒരു ദിവസം കള്ളുകൂടിയനായി മാറി എന്നൊന്നും വന്ന് പറയില്ല മോളെ. നീ ബാക്കി പറഞ്ഞെന്തായാലും. നിന്റെ എനിക്ക് കാറ് കൊണ്ടുപോയാലോ അല്ലെങ്കിൽ ഞാൻ കാർ എടുത്ത് കൊടുത്തേലോ എനിക്ക് ഒരു സങ്കടവും ഇല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഷാൻ ഇനി ഒരു പെണ്ണിനെ നോക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ എന്നെ അത്രയ്ക്ക് ജീവനാണ്. അതെ അതെ, അത്രക്കും ജീവനായതുകൊണ്ടാണല്ലോ അല്ലെ ഇടയ്ക്കിടയ്ക്ക് കള്ളും കുടിച്ചു വന്ന് നിന്റെ മെക്കെട്ട് കയറുന്നത്. നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും നിന്റെ അടുത്ത് വരാതെ കള്ളും കുടിച്ച് നടക്കുന്നത്. നിന്നെ കിട്ടാൻ വേണ്ടി മാത്രമാണ് അയാൾ കള്ളുകൂടി നിർത്തിയെന്ന് പറഞ്ഞത്. ഇനി ഞാൻ കുടിക്കില്ല, ഇനി എനിക്ക് നല്ലവനായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞത് നിന്നെ കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെ നിന്നെ കിട്ടുകയും ചെയ്തു, കാര്യപരിപാടികളൊക്കെ കഴിയുകയും ചെയ്തു. നീ ആണെങ്കിൽ പ്രഗ്നന്റുമായി. അതോടെ അയാൾക്ക് മടുത്തു, പിന്നെയും കള്ളുകൂടി തുടങ്ങി. അങ്ങനെയുള്ള ഒക്കെ ഇനി വേറൊരു പെണ്ണിനെ കണ്ടാൽ അവളുടെ കൂടെ പോകില്ല എന്ന് എന്താണ് നിനക്ക് ഇത്ര ഉറപ്പ്? എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. പക്ഷേ ഈ മദ്യം ഒരുപാട് കുടുംബജീവിതങ്ങളും തകർക്കുന്നത് മദ്യമാണ്. നമ്മൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല, കുട്ടികൾക്ക് എന്താണെങ്കിലും മേടിച്ചു കൊടുക്കുകയും കുട്ടികൾ പാപ്പാന്ന് കൊതി വിളിച്ച് കൊതി തീർന്നില്ല. വേറൊരു കാര്യം കൂടെ ഞാൻ അങ്ങടുത്ത് പറഞ്ഞുതരാം. ഈ കുഞ്ഞ് പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മൾ ആദ്യമൊന്നും അറിയില്ലല്ലോ, നമുക്കിങ്ങനെയാണ്, നമ്മൾ ഉറപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി നമ്മളിങ്ങനെ ഗുളിക കഴിച്ചപ്പോൾ സ്കാനിങ്ങിന് കുഴപ്പമൊന്നും ഇല്ല, ഉണ്ടാവില്ല. നമ്മൾ കടുവേപ്പള്ളിയിലൊക്കെ പോയി അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ജനിക്കുന്ന ആൺകുഞ്ഞാണെങ്കിൽ സുൽത്താൻ മുഹമ്മദ് ഷാൻ എന്നിടണമെന്ന്, എനിക്ക് ജനിക്കുന്ന പെൺകുഞ്ഞാണെങ്കിൽ സുൽത്താന ഷാൻ എന്നിടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് എനിക്ക് ജനിക്കുന്ന ആൺകുഞ്ഞാണ് എന്നിങ്ങനെയും പറഞ്ഞു. ഞാൻ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഒരാൺകുഞ്ഞിനെ കൊടുത്തിട്ട് എടുക്കാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ലല്ലോ. കുഞ്ഞുങ്ങളൊക്കെ എന്ന് വെച്ചാൽ 7 ഉയരാണ്. അപ്പോൾ അള്ളാഹു എന്താണ് വെച്ചിരിക്കുന്നത് അതുപോലെ വരട്ടെ. മനുഷ്യനാണ്, തെറ്റുകളൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ തെറ്റിലൂടെയാണ് ഒരുപാട് പേരും മദ്യപിച്ചിട്ടുള്ള ലൈഫുകളിൽ നിന്ന് നന്മയായി വന്നവരുണ്ട്. ക്ഷമിക്കുക, സഹിക്കുക, അതല്ലാതെ വേറൊരു വഴിയില്ല. ഇതിനകത്തൊരു സൊല്യൂഷൻ അള്ളാഹു കണ്ടെത്തി തരും, ഉറപ്പാണ്. ക്ഷമ. പിന്നെ അള്ളാഹിന് അതല്ല പണി. നിന്റെ ഉടായ്പിനൊക്കെ കൂട്ടി നിൽക്കലാണല്ലോ മൂപ്പര് ജോലി. നീ ഇങ്ങനെ ഇടയ്ക്കിടെ ഓരോന്ന് പറഞ്ഞു വരും, കുറച്ച് കഴിഞ്ഞാലോ നീ തന്നെ അത് മാറ്റി പറയും. എത്ര കിട്ടിയാലും പഠിക്കാതെ നീ തന്നെ പിന്നെയും ഓരോന്ന് വരുത്തി വെക്കും. എന്നിട്ട് ഇപ്പൊ അള്ളാഹു അതൊക്കെ ശരിയാക്കി തരണം അല്ലേ? കൊള്ളാം. അല്ല അങ്ങനെ ഊമ്പി തെറ്റിയിരിക്കുമ്പോ മാത്രം എങ്ങനെയാണ് ഇങ്ങനെ പഠിച്ചവന് ഓർമ്മ വരുന്നത്? അല്ലെങ്കിൽ ഈ പഠിച്ചവന് പേടിയൊന്നും കാണൂലല്ലോ. തവക്കൽത്ത് അലല്ലാ ഇൻഷാ അല്ലാഹ് എന്ന അറബി വാക്കും പഠിച്ച് ഇറങ്ങിയേക്കുവാണ് ആളെ പറ്റിക്കാൻ. റമദാൻ മാസമായി പോയി, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞേനെ. ബാക്കി പറഞ്ഞോട്ടെ എന്തായാലും. പിന്നെ കുറ്റപ്പെടുത്തുന്നവരടുത്തും റിയാക്ഷൻ ചെയ്യുന്നവരടുത്തും ബാക്കി കാര്യങ്ങളടുത്ത് പറഞ്ഞെടുത്തും ഷാൻ ഒരിക്കലും എന്നെ വിട്ട് പോയിട്ടില്ല. ഞാനാണ് അകറ്റി നിർത്തിയിരിക്കുന്നത്. എന്നെ വിട്ട് പോയിട്ടില്ല. ഇന്നും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ വിട്ട് പോയിട്ടില്ല. ഞാനൊരു കാര്യം ഷാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇത്രയും നശിച്ച് നാരായണക്കല്ലിൽ നിന്ന് ഞാനൊരു വ്യക്തിത്വം, ഒരു വ്യക്തിയാക്കി മാറ്റിയെടുത്ത് കേസുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ അൽഹംദുലില്ലാഹ് ഹൈറായ രീതിയിലെടുത്ത്. എന്തിന്റെ കുറവായിരുന്നു? ഇത് ഷാനിനോട് നേരിട്ട് അങ്ങ് ചോദിച്ചാൽ പോരെ. ഇന്നും കൂടെ വിളിച്ചായിരുന്നു എന്നല്ല പറഞ്ഞത്. അപ്പൊ ചോദിച്ചുകൂടായിരുന്നു എന്താണ് ഷാനിക്ക ഞാൻ എത്ര നന്നായി നോക്കി നിങ്ങൾ ഇങ്ങനെ എന്താണ് വെടക്കായി നടക്കുന്നതെന്ന് നേരിട്ട് അങ്ങ് ചോദിച്ചാൽ പോരായിരുന്നു. യൂട്യൂബിൽ വന്നിരുന്ന് ലോകം മുഴുവൻ അറിയിക്കുന്നത് എന്തിനാണ്? അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങളെ കുടുംബകാര്യം ചർച്ച ചെയ്യാനും കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനുമുള്ള സ്ഥലമാണ് യൂട്യൂബ്. എന്താ ഇപ്പൊ അവരോടൊക്കെ പറയാല്ലേ? ബാക്കി പറഞ്ഞാലും മദ്യം കുടിച്ച് നയിക്കുന്ന തലച്ചോറിനെ നശിപ്പിക്കുന്ന സമയമുള്ളൂ. പിന്നെ ഈ ഇക്കായെ സംബന്ധിച്ചിടത്തോളം കുടിച്ചാൽ ക്രിമിനലിസമാണ്, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുടിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ എപ്പോഴും സ്നേഹത്തിലും കരുതലിലുമാണ് നടക്കുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നെജി എന്നെ ഒരു മോനെ പോലെ എൻ്റെ ഇത് ഉമ്മയായിട്ടും പെങ്ങളായിട്ടും കൂടപ്പറപ്പായിട്ടും എല്ലാം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പം ആളെ മനസ്സെന്ന് പറഞ്ഞാൽ ചെറിയൊരു മനസ്സാണ്.
പെട്ടെന്ന് ഇപ്പൊ എന്നെ കാണണമെന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു, മദ്യത്തിന്റെ ലഹരിയിലാണ് എന്തോന്ന് അറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എന്നെങ്കിലും അതായത് കേൾക്കാൻ വേണ്ടി പറയാം, എന്നെങ്കിലും നല്ല പോലെ ആയി വരുവേണമെന്നുണ്ടെങ്കിൽ മക്കളെയൊക്കെ സന്തോഷമായിട്ട് നോക്കി പാപ്പാരൊരു സ്നേഹവും കരുതലും കൊടുത്ത് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ വരാം. ഇല്ലേ കുടിച്ച് ആഭാസനായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. എൻ്റെ കണ്ണു മുമ്പ് ഒരിക്കലും വരരുത്. പിന്നെ കുഞ്ഞ് അൽഹംദുലില്ലാ അള്ളാഹു എന്താണ് വെച്ചിരിക്കുന്നത് അത് ഞാൻ ഇരു കയ്യിൽ നിന്നിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരിക്കലും ഒരു വാർത്ത എൻ്റെ ചെവി കേൾക്കാതിരിക്കട്ടെ. പിന്നെ ഞാനൊരിക്കലും കളഞ്ഞിട്ടില്ല, ഞാനൊരിക്കലും ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. മദ്യപാനം ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തർ മദ്യപിക്കുന്നത് ഓരോ രീതിയിലാണ്. ചിലർ സൈലൻ്റ് ആയിരിക്കും, ഇത് വൈലൻ്റ് ആണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഇത് പറ്റത്തില്ല. കാരണം മദ്യപാനമൊക്കെ മാറ്റിയപ്പോൾ ഇത് കുടിച്ചപ്പം പെട്ടെന്ന് അങ്ങ് ശരീരത്തിന് ഏറ്റ്. അപ്പോഴേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സൊല്യൂഷനുകളുണ്ട്. മദ്യപാനം ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി മാറ്റാം, ബാക്കി കാര്യം എല്ലാം ചെയ്യാം എന്നൊക്കെ. പക്ഷേ ഈ നാറ്റം നമ്മൾ അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ്. ഇനിയെങ്കിലും 40 വയസ്സാവാറായി, ഇനിയെങ്കിലും ഒതുങ്ങി സന്തോഷമായി മദ്യപാനമൊക്കെ ഇല്ലാതിരിക്കുകയായിരുന്നു, ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നല്ല കെയറിങ്ങും, ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്കെല്ലാം വാങ്ങി എല്ലാം തരുന്നതാണ്. പക്ഷേ ഇതാണ് പ്രശ്നം. മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാര്, പെങ്ങളാര്, കുടുംബമാര് ആരെന്ത് പറയണം, ബോധം വരുമ്പം ഞാൻ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ആൾക്കുള്ളത്. അപ്പം അത് നമുക്കൊരു പെണ്ണ് കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഏത് സമയം എങ്ങനെ ആക്രമിക്കുമെന്നും പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് കൊന്നിട്ട് പിന്നെ ബോധം വരുമ്പം ചിലപ്പം ഒരുപക്ഷെ ഞാനത് ചെയ്തു പോയല്ലോ എന്ന് വരില്ലേ. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. എന്തായാലും അല്ലാഹു ഹൈറ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിൽ ഇതേ നാജർ തന്നെ അടുത്ത വീഡിയോ കൊണ്ട് വരും. എന്റെ ഇക്ക തിരിച്ചു വന്നേ എന്നും പറഞ്ഞു വരും. ഇക്ക കള്ളുകൂടെയൊക്കെ നിർത്തി നല്ല മനുഷ്യനായെന്നും പറഞ്ഞു വരും. ഈ വീഡിയോയിൽ പറഞ്ഞത് ഇക്ക എവിടക്കാണെങ്കിലും ഇക്കാന്റെ വീട്ടുകാർ അടിപൊളിയാണെന്നാണ്. കുറച്ച് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞത് നേരെ തിരിച്ചായിരുന്നു. എന്റെ ഇക്ക എന്റെ പൊന്നു പോലെ നോക്കും, പക്ഷെ ഇക്കാന്റെ വീട്ടുകാർ തീരെ ശരിയല്ല, പ്രത്യേകിച്ച് ഇക്കാന്റെ ഉമ്മ ആള് ഭയങ്കരയായിരുന്നു എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ അത് നേരെ ഓപ്പോസിറ്റ് ആയി പറഞ്ഞു. ഇനിയിപ്പോ കണ്ടോളി അടുത്ത വീഡിയോയിൽ ഇക്കാന്റെ വീട്ടുകാരാണ് പ്രശ്നം എന്ന് പറഞ്ഞു വരും. ഇങ്ങനെ ഓരോന്ന് മാറ്റും മറിച്ചും പറഞ്ഞ് വീഡിയോ ചെയ്യലാണ് തന്നെ മെയിൻ പരിപാടി. ഭൂലോകം ഉടായിപ്പൊന്നല്ലാതെ എന്താ ഇപ്പൊ പറയാം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.